ഞാൻ കുമ്പനാട്ടിൽ നിന്ന് വരുന്നു. ഞാനൊരു ഹിന്ദുവാണ്. ഞാനിവിടെ വരാനുള്ള സാഹചര്യം എൻ്റെ മക്കളുടെ കാര്യമായിട്ട് ഇടപെട്ടാണ്. ഞാൻ അതിനെ ചൊല്ലി ഒത്തിരി സങ്കടപ്പെട്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ യൂട്യൂബിൽ കൂടി അമ്മയുടെ സാക്ഷ്യം കേൾക്കാനിടയായി. ഞാനൊരു തയ്യക്കട നടത്തുന്ന ആളാണ്. അപ്പോൾ എൻ്റെ കടയിൽ വന്ന ഒരമ്മയാണ് ഇവിടെ വരുന്നതിനെക്കുറിച്ച് ഞാനിത് കേട്ട് ഇങ്ങനെ മക്കളുടെ കാര്യങ്ങൾ പറഞ്ഞ് സങ്കടപ്പെട്ടപ്പോൾ ഇവിടെ വരണമെന്നും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അതിനെല്ലാം മാറ്റങ്ങളുണ്ടാകുമെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മാമ്മയുടെ കൂടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. മക്കൾക്ക് പഠനത്തിൽ നല്ല മാറ്റങ്ങളുണ്ടായി. അതിന് സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്ന് രണ്ടാമത് സാക്ഷ്യപ്പെടുത്തുന്നതാണ്. ഇപ്പം ഞാൻ എൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ള സാക്ഷിയാണ് പറയുന്നത്. ഞാൻ 2019 മുതൽ എൻ്റെ പെടലിയുടെ വേദനയ്ക്ക് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. കുനിഞ്ഞിരുന്ന് തയ്ക്കുന്നത് കൊണ്ട് പെടലിക്ക് നീര് വരികയും പിന്നീട് അത് എനിക്കൊരു രീതിയിലും കുനിഞ്ഞിരുന്ന് തയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാകും. മരുന്ന് കഴിക്കുന്ന ഒരാഴ്ച അത് കുറവാകും, പിന്നെയും അത് തന്നെ വരും. അങ്ങനെ ആയിട്ട് പിന്നെ ഡോക്ടർ എനിക്ക് പെടലിക്ക് ബെൽറ്റ് ഇട്ടു. ഞാൻ തയ്ക്കുന്ന സമയത്ത് ബെൽറ്റ് ഇട്ടുകൊണ്ട് തയ്ക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇത് ഞാൻ നിയോഗമായിട്ട് വെച്ചില്ല. പക്ഷേ എങ്കിൽ ഞാൻ അമ്മയുടെ ഉടമ്പടി തൈലം തേച്ച് എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. പക്ഷേ എങ്കിൽ ഞാൻ കഴിഞ്ഞ മാസം അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താം. പക്ഷേ കഴിഞ്ഞ മാസം ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടണം പറയണമെന്നും പറഞ്ഞാണ് ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്ന ആൾക്കാരെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ സാക്ഷ്യം പറയാതെ തിരിച്ചു പോയി. പക്ഷേ എങ്കിൽ എനിക്ക് അവിടെ ചെന്ന് വീണ്ടും കഴിഞ്ഞ മാസമായിപ്പം വീണ്ടും എനിക്ക് വേദന തിരിച്ചു വന്നു. ഞാൻ വീണ്ടും ആശുപത്രിയിൽ പോയി. പക്ഷേ ഡോക്ടർ മരുന്ന് കഴിച്ചിട്ടും എനിക്കത് കുറവായില്ല. ഞാൻ ലാസ്റ്റ് അമ്മയോട് മാപ്പ് പറഞ്ഞു, ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാം, എന്നെ വീണ്ടും നീ സൗഖ്യപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിച്ചു. മനുഷ്യന് അസാധ്യമായ ദൈവത്തിന് സാധ്യമാകുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ രോഗം വീണ്ടും കുറവായി തന്നു അമ്മ. രണ്ടാമത് ഒരു ദിവസം എനിക്ക് വൈകിട്ടായപ്പം എനിക്ക് യൂറിൻ്റെ കൂടെ ബ്ലഡ് തന്നെ ആയിട്ടാണ് പോകുന്നത്. എനിക്കത് കണ്ടപ്പോൾ ആദ്യം ഒരു പേടിച്ചെങ്കിലും ഞാനത് എളുപ്പം അതൊരു കുപ്പിക്കകത്ത് പിടിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിൽ മറ്റുള്ളവരെ കൊണ്ടുവന്ന് കാണിച്ചോണേ അവർക്ക് പേടിയായി. ഇത് കണ്ടു കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ ഇപ്പം എൻ്റെ മോള് പറഞ്ഞു, അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും, അമ്മ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഞാൻ പറഞ്ഞു വേണ്ട, അമ്മയുണ്ടല്ലോ, ഞാൻ ഉടമ്പടി എടുത്ത ആളല്ലേ, എനിക്കൊരു കുഴപ്പവും വരത്തില്ല. ഞാൻ വന്ന് പച്ചത്തിരി നീലത്തിരി ഒരുമിച്ച് കത്തിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ തൈലമെടുത്ത് വൈദ്യുതി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ 2 മണിക്കൂർ കഴിയുന്നോണേ എനിക്കിത് മാറ്റി പൂർണ്ണ സൗഖ്യം തന്നെ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്കതുപോലെ തന്നെ അമ്മ എനിക്ക് സൗഖ്യപ്പെടുത്തി തന്നു. പക്ഷേ എങ്കിൽ എനിക്ക് തൊട്ട് അടുത്തുള്ള ഡോക്ടറെ അടുത്ത് ഞാൻ ചെന്ന് ഈ വിവരം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഒരു ലാബ് നോക്കിയിട്ട് ഡോക്ടറെ ചെന്നൊന്ന് കാണാതിരിക്കരുതെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ കോഴഞ്ചേരി ആശുപത്രിയിൽ പോയി ലാബ് നോക്കിയപ്പം മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു ചെറിയ ഇത് കാണിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ എനിക്ക് വയറ്റിനകത്ത് വേദനയോ നടുവിൻ്റെ വേദനയോ മറ്റ് യൂറിനകത്ത് മഞ്ഞ കളറോ വേറൊന്നും അത് കഴിഞ്ഞേ പിന്നെ കാണിച്ചില്ല. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി, അമ്മ എൻ്റെ കൂടെ വരണം, എനിക്കൊരു മരുന്ന് പോലും എനിക്ക് കഴിക്കാനുള്ള എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കരുത്, എനിക്ക് അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു തെളിവ് എനിക്ക് കാണിച്ചു തരണം എന്ന് പ്രാർത്ഥിച്ച് നന്മ നിറഞ്ഞ മറിയം ചൊല്ലി ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടോണേ. എന്നോട് ഡോക്ടർ ചോദിച്ചു, ഇതിനകത്ത് ഒരു കുഴപ്പമില്ലല്ലോ, നീ മരുന്നൊന്നും കഴിക്കേണ്ട കാര്യമില്ല, പിന്നെ ഇനി 1 മാസം 1.5 മാസം കഴിയുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമെന്ന് തോന്നിയാൽ മാത്രം നീ ലാബ് ചെയ്തിട്ട് വന്നേച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഓർത്തു, എന്തായാലും എനിക്ക് പൈസ മരുന്നിനൊന്നും ആയില്ലല്ലോ, എന്നാൽ രോഗികൾക്ക് എന്തെങ്കിലും ഞാൻ മേടിച്ചു കൊടുത്തിട്ട് പോകാമെന്ന് ഓർത്ത് ഞാൻ അവിടെ ഒരു വാർഡിൽ ചെന്ന് കയറി. വാർഡിൽ ചെന്നപ്പോൾ അവിടെ ഒരു അപ്പച്ചൻ പറഞ്ഞു, മോളെ ഇവിടെ എല്ലാവരും ആഹാരമെല്ലാം കഴിച്ചു, ഇവിടെ രാവിലെ 8 മണിയാവുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചോറും രാവിലത്തെ ഫുഡ് കൊണ്ടുതരും, അപ്പോൾ പിന്നെ ഇവിടെ ആർക്കും ഇപ്പോൾ ഒന്നും വേണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ താഴോട്ട് ഇറങ്ങി വന്നു. അപ്പോൾ വീൽ ചെയറിൽ ഒരു അമ്മ ഇരിക്കുന്നു. ഞാൻ അമ്മയോട് ചെന്ന് ചോദിച്ചു, അമ്മേ എന്താ ഇവിടെ ഇരിക്കുന്നേ? അപ്പോൾ എന്നോട് പറഞ്ഞു, മോളെ എനിക്ക് ദാഹിച്ചിട്ട് വയ്യ, നീ എനിക്ക് ഒരു കുപ്പി വെള്ളം മേടിച്ച് തരാമോ? ഞാൻ പറഞ്ഞു അതിനെന്താ. ഞാൻ ഓടിപ്പോയി ഒരു കുപ്പി വെള്ളം മേടിച്ചു, കഴിക്കാനും മേടിച്ചു കൊണ്ടുവന്ന് അമ്മയുടെ കൊടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയത്? ആ കാലയിൽ പട്ടി കടിച്ച് പഴുത്ത് വേദന കൊണ്ട് അമ്മയ്ക്ക് വയ്യ, കൂടെ ആരോ വന്നിട്ടുണ്ട്, അവരെന്തോ ആവശ്യത്തിന് പോയി അഡ്മിറ്റ് ആക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മ എന്നോട് കുറേ സംസാരിച്ചോണ്ടെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ മോനൊരു കുടിയനാണ്, അവനെ പിന്നെ നേരെ വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം, അവനൊരു ഭാവി ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. അവരുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഒരു പിന്നെ ബന്ധുക്കളെ പോലെ എന്തോ ഇവരെല്ലാം എന്നോടങ്ങ് പറയുക. ഞാനതെല്ലാം കേട്ടവിടെ നിന്നു. ഒത്തിരി നേരം കഴിഞ്ഞോണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു, അമ്മയുടെ പേരെന്തുവാ, എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അമ്മ എന്താ കേട്ടതെന്ന് എനിക്കറിയത്തില്ല. എന്നോട് പറഞ്ഞു കൃപാസനം.
ഞാൻ ഇച്ചിരി നേരം ആണെങ്കിലേ എനിക്കങ്ങ് എൻ്റെ മേലിൽ പെരുക്കുന്ന പോലോ എന്തൊക്കെയോ തോന്നി. ഞാൻ ഇച്ചിരി നേരം മിണ്ടാതെ അവിടെ നിന്നു. അപ്പോൾ എന്നോട് ഒരു കാശ് രൂപ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ദേണ്ട ഇത് കണ്ടോ, ഞാൻ കൃപാസനത്തിൽ പോകുന്നതാണ്, എനിക്കിപ്പോൾ പോകാൻ ഈ കാല് സുഖപ്പെട്ടാലേ പറ്റത്തുള്ളൂ മോളെ, അതുകൊണ്ട് മോളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ എനിക്ക് അമ്മയോട് പിന്നെ ഒന്നും ചോദിക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ പേരാണ് ചോദിച്ചത്. ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു, അമ്മ എനിക്കൊരു തെളിവ് തരണം, നീ എൻ്റെ കൂടെ ഉണ്ടെന്നൊരു തെളിവ് നീ എനിക്ക് തരണം. പിന്നാണ് ഞാൻ ചിന്തിച്ചത്, അപ്പോൾ അമ്മ എനിക്ക് അതിലൂടെ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ രോഗത്തെ സൗഖ്യപ്പെടുത്തിയത് അമ്മ തന്നെയാണെന്നുള്ള തെളിവ് ആണല്ലോ എന്നോർത്ത് എനിക്ക് അന്നേരം ഒത്തിരി സന്തോഷം തോന്നി. അമ്മയോട് ഞാൻ കുറേ നേരം വർത്താനം പറഞ്ഞു തിരിച്ചു പോന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കാരുണ്യ പ്രവർത്തികൾ ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ യൂട്യൂബിനകത്ത് കണ്ടാണല്ലോ, പിന്നെ സാക്ഷ്യം കേട്ടാണ് ഇവിടെ വരുന്നതിന് അമ്മ പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് കാരുണ്യ പ്രവർത്തികൾ ഓരോ സാക്ഷ്യത്തിനകത്ത് ഓരോരുത്തരും അനാഥാലയങ്ങളിൽ പോയെന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ പോകാൻ പറ്റുമോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു മനസ്സുകൊണ്ടൊരു ഇതായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിൽ തന്നെ ചോദിച്ചു, ഞാൻ എന്താമേ ചെയ്യേണ്ടത്, എന്ത് കാരുണ്യ പ്രവൃത്തിയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിലോർത്തപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ തോന്നി, നീ ചോറ് കൊടുക്കണം എന്നൊക്കെ എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ ചോദിച്ചു, ചോറ് കൊടുക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ എങ്ങനെ, നീ പൊതിച്ചോറ് നേർച്ചപ്പൊതി എന്നൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നു. പക്ഷേ എനിക്കത് ആരോടും പറയാനോ ഒന്നും പറ്റുന്നില്ല. ഞാൻ എൻ്റെ മോനോട് എന്ന് പറഞ്ഞു, മോനെ ഹോസ്പിറ്റലുകളിൽ നേർച്ചപ്പൊതി കൊടുക്കണമെന്നൊക്കെ എൻ്റെ മനസ്സിൽ തോന്നുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മേ ഇത്രയും പൊതി, നമ്മളിപ്പോൾ 1-2 പൊതിയും കൊണ്ട് ചെന്നാൽ കാര്യം നടക്കത്തില്ലല്ലോ, അപ്പോൾ എന്തോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, നമുക്ക് ആരോടെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരെല്ലാം സഹായിക്കുമായിരിക്കും. അപ്പോൾ പറഞ്ഞു, അത് നമുക്കൊരു നാണക്കേടല്ലേ, അങ്ങനെ ചെന്ന് പറയാൻ പറ്റുമോ. ഞാൻ പറഞ്ഞു, നമ്മൾ അമ്പലങ്ങളിലൊക്കെ നേർച്ചയ്ക്ക് വീട്ടിൽ പോകത്തില്ലേ, അതുപോലല്ലേ ഉള്ളൂ ഇതും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ വന്നു, പിന്നെ പത്രങ്ങളെല്ലാം മേടിച്ചിട്ട് ഞാൻ ഓരോ വീട്ടുകളിൽ കൊണ്ടു കൊടുത്ത് അവരോട് പറഞ്ഞു, എനിക്കിതുപോലൊരു നേർച്ചയുണ്ട്, എനിക്കതിന് ചോറ് കൊടുക്കാനായിട്ടുള്ള പൈസ തന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. എല്ലാവരും 500, 1000, 100, 150 അങ്ങനെ വെച്ച് ഓരോരുത്തരും തന്നു. ഞാനത് അനാഥാലയങ്ങളിൽ കൊണ്ട് ചോറ് കൊടുത്തു. അത് കഴിഞ്ഞ് വേറൊരു അനാഥാലയത്തിൽ കൊണ്ട് പൈസ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എല്ലാവരും പറഞ്ഞു, നിനക്ക് എല്ലാ മാസവും ഞങ്ങളെല്ലാം 2 പൊതി വീതം കെട്ടിത്തരാം, നീ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുക്കേ. അങ്ങനെ എല്ലാ മാസവും എല്ലാവരും ഓരോ വീട്ടുകാരും 2 പൊതി വീതം കെട്ടിത്തരും. ഞാനത് എല്ലാ ആഴ്ചയിലും കോഴഞ്ചേരി ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുവന്ന് കൊടുക്കും. എൻ്റെ കയ്യിൽ എന്തെങ്കിലും സാരികളോ വസ്ത്രങ്ങളോ ഉണ്ടെങ്കിൽ അത് കൊണ്ട് കൊടുക്കും. അങ്ങനെയുള്ള കാരുണ്യ പ്രവൃത്തികൾ ചെയ്യും. എല്ലാ മാസവും ഞാനിവിടെ വന്നിട്ട് പത്രം മേടിച്ച് വിതരണം ചെയ്യും. കുറച്ച് എൻ്റെ മോൻ്റെ കൈ കൊടുത്തു വിടും, അവൻ എറണാകുളത്താണ് പഠിക്കുന്നത്, അവൻ്റെ കയ്യിലും കൊടുത്തുവിടും, അവൻ റെയിൽവേ സ്റ്റേഷനിൽ കൊടുക്കും. ഞാൻ പത്രങ്ങൾ ബാങ്കിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കും, പെട്രോൾ പമ്പിൽ പോകുമ്പോൾ കൊടുക്കും. ചിലർ അത് കാണുന്നുണ്ടെങ്കിൽ ചിരിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്നാലും ഞാനെന്തിനും ഓർക്കുക, അവർക്ക് ഇതിൻ്റെ മഹത്വം അറിയത്തില്ലല്ലോ, എനിക്കിതിൻ്റെ മഹത്വം അറിയാവുന്നതുകൊണ്ടാണല്ലോ ഞാനിത് കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ച് അങ്ങനെ എല്ലാ ആൾക്കാർക്കും, എൻ്റെ കടയിൽ വരുന്ന ആൾക്കാർക്കും എല്ലാം ഞാൻ അമ്മയെക്കുറിച്ച് പറയുകയും അവരോടെല്ലാം പത്രങ്ങൾ കൊടുക്കുകയും അതിൽ നിന്ന് ഒത്തിരിയും പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരു കൂടുതൽ ഹിന്ദുക്കളായിട്ട് തന്നെ അവർ വേറൊരാളോട് പറഞ്ഞ് അവരുടെ കുടുംബത്തിലുള്ള മറ്റംഗങ്ങളും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനെ കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരു മോളെന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ആ പത്രം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല, എനിക്ക് അമ്മയുടെ അടുത്ത് പോകണം എന്നൊരൊറ്റ ചിന്തയുള്ളായിരുന്നു. ഞാനതുകൊണ്ട് ചേച്ചി വരാൻ കാത്തു നിന്നില്ല, ഞാൻ എൻ്റെ വേറൊരു നാത്തൂനെയും കൂടെ കൂട്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്. അവിടെ കുഞ്ഞിന് സുഖമില്ലാത്തതാണ്. ഇപ്പോൾ എന്നോടൊന്ന് പറഞ്ഞു, എന്തൊരു സമാധാനമാണ് മനസ്സിന്, ഭയങ്കര ശാന്തതയാണ്, ഒരു ടെൻഷനും ഇല്ല, എനിക്ക് നല്ല ധൈര്യമായി, ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യമായി. ചേച്ചി എനിക്ക് തന്നത് ഉപകാരം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അവൾ എല്ലാ മാസവും ഇവിടെ വരികയും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാ കാര്യങ്ങളും പത്രങ്ങൾ മേടിച്ച് വിതരണം ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യം, എൻ്റെ നാത്തൂന് മോനെ ഫിസിയോതെറാപ്പി പഠിക്കുമായിരുന്നു, അവൻ 2 വിഷയം പോയായിരുന്നു. അവന് അതിന് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഈ പരീക്ഷ എഴുതി, കഴിഞ്ഞ ആഴ്ച റിസൾട്ട് വന്നു, അവനത് പാസ്സായി. അതിന് നന്ദി ഞാൻ അമ്മയെ അറിയിക്കുന്നു. അവൻ പരീക്ഷയ്ക്ക് പോയപ്പോൾ ഞാൻ എൻ്റെ നെറ്റിക്ക് കുരിശ് വരച്ച് തൈലം തേച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കായിരുന്നു. അമ്മയെ അവൻ പഠിച്ചതെല്ലാം അവൻ ഓർത്തെഴുതാനുള്ള കൃപ നീ നൽകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു.